നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. അതിലൊന്ന്, തിരുവനന്തപുരം ബാലരാമപുരത്തെ മതപഠന കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 17-കാരി അസ്മിയ ജീവനൊടുക്കിയിരുന്നു. അസ്മിയ മരിച്ചതിന് പിന്നാലെ ആ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മരണം നടന്നിട്ട് 2 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ആ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം. അച്ഛനില്ലാത്ത 2 പെൺമക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. 1 വർഷം മുൻപ് +2 വിദ്യാഭ്യാസത്തിനൊപ്പം മതപഠനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്തെ ഒരു മതപഠന കേന്ദ്രത്തിൽ അസ്മിയെ ചേർത്തിരുന്നു. പക്ഷേ ഏറെ ദാരുണമായ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഈ മതപഠന കേന്ദ്രത്തിൽ തുടർച്ചയായി അസ്മിയ മാനസിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന പരാതി കുടുംബത്തിന് മുൻപിൽ അറിയിച്ചിരുന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ അമ്മ മതപഠന കേന്ദ്രത്തിലെത്തിയപ്പോൾ അറിഞ്ഞത് മകൾ തൂങ്ങി മരിച്ചുവെന്നാണ്. എന്താണ് ആ മതപഠന കേന്ദ്രത്തിൽ സംഭവിച്ചത്? ഇതോടൊപ്പം സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് നേരെ ഉണ്ടായ അതിക്രമമാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന കൊല ചെയ്യപ്പെട്ടിട്ട് ഒരാഴ്ച പൂർത്തിയാകുന്നതേയുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് വളരെ ദാരുണമായ സംഭവം കളമശ്ശേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു മാസം 5 ആരോഗ്യ പ്രവർത്തകരെങ്കിലും സംസ്ഥാനത്ത് ആക്രമണത്തിന് ഇരകളാകുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേത്. ഈ 2 കേസുകളും വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തേക്കാണ്. വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ കഴിഞ്ഞ 2 ദിവസമായി ഐശ്വര്യയും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ഈ വിഷയങ്ങളും ഇതിന്റെ എന്താണ് ഈ ബാലരാമപുരത്തെ മതപഠന കേന്ദ്രത്തിൽ സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. ഇപ്പോൾ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആരോപണം ഇതാണ്: സംഭവത്തിൽ ദുരൂഹതയുണ്ട്, മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ പോലീസിന്റെ കണ്ടെത്തൽ അവിടുത്തെ ഈ മതപഠന കേന്ദ്രത്തിലെ മാനസിക പീഡനത്തെ തുടർന്ന് അസ്മിയ ജീവനൊടുക്കിയെന്നാണ്. ഡാൻ, ഈ കേസിലെ നിലവിലെ പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പുതിയ അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 17 വയസ്സുകാരി ബാലരാമപുരത്തെ മദ്രസയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ 17-കാരിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും അടക്കം മുമ്പോട്ട് എത്തിയ ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ മദ്രസ അധ്യാപകർക്കെതിരെ അടക്കം പരസ്യമായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് അതിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചടക്കം വിശദമായ അന്വേഷണം നടത്തണം എന്ന ഒരു ആവശ്യം ഉയർന്നു വന്നതും അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാലരാമപുരം സിഐയും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു സിഐയും അടങ്ങുന്ന 2 സിഐമാരും SI-മാരും ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഊർജിതമായി അവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ആത്മഹത്യ അല്ല എന്ന ഒരു വിമർശനമാണ്, അത്തരത്തിലൊരു ആരോപണമാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം ഉന്നയിച്ചിരുന്നതെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് സംഘം നമുക്ക് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ആത്മഹത്യ തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്ക് അവർ കൃത്യമായി എത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് ഈ 17-കാരി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു നിഗമനം, അത് പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഏതായാലും ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട ബാലരാമപുരത്തെ ഈ 17-കാരി മരിക്കാനിടയായ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം നേരിൽ കണ്ട് അവരുടെ ആക്ഷേപങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രതിനിധി ഐശ്വര്യ കൂടി എന്നോടൊപ്പം ചേരുന്നു. ഐശ്വര്യ, ഈ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ടാണ് ഈ കേസിന്റെ തുടരന്വേഷണം ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇതൊരു ആത്മഹത്യ അല്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നത്? പല കാര്യങ്ങളും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ
പ്രധാനമായി അവർ എടുത്തു പറയുന്നത് ഈ സംഭവത്തിന് മുന്നേ, അതായത് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധിക്കെത്തിയപ്പോൾ തന്നെ ഈ കുട്ടി പല അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നു. ഈ മതപഠനശാലയിലേക്ക് തിരികെ പോകുന്നില്ല എന്ന രീതിയിലേക്ക് പല ആരോപണങ്ങളും, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഉസ്താദിന്റെ ഭാഗത്തു നിന്നും മാനസികമായ സമ്മർദ്ദമുണ്ട് തുടങ്ങി പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു, അതായത് അസ്മിയെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ ഈ ഒരു ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് മുൻപ് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ അസ്മിയ വീട്ടിലേക്ക് വിളിക്കുന്നതും തനിക്ക് ഇവിടെ തുടരാൻ ആഗ്രഹമില്ല, തന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നതും. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ അവിടേക്ക് എത്തുന്നതും. പക്ഷേ ഈ മദ്രസ അധികൃതർ അവരെ തടഞ്ഞു വയ്ക്കുകയും ഒപ്പം തന്നെ അസ്മിയെ കാണാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. 2 മണിക്കൂറിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് അസ്മിയെ കാണാനായത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മരിച്ച ശേഷം അസ്മിയെ കാണാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അത് ബഹളം വെച്ച് വലിയ പ്രശ്നങ്ങൾക്കൊടുവിലാണ് 2 മണിക്കൂറിന് ശേഷം അസ്മിയെ അവർക്ക് കാണാനായത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം, അതായത് ഈ കാണാൻ അനുവദിക്കാതിരുന്നത് മാനസിക സംഘർഷത്തിന് ഇടയാക്കി എന്ന ഒരു കാര്യം പറയുന്നു. അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ജീവൻ സ്വയം അത് നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ പെൺകുട്ടിയെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നയിച്ചതിൽ മദ്രസയിലെ ഏതെങ്കിലും അധ്യാപകർക്ക് ബന്ധമുള്ളതായി അങ്ങനെ ഒരു ആക്ഷേപം അവർ മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെ ഒരു ആക്ഷേപം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ അവധിക്ക് പോയപ്പോൾ ഈ കുട്ടി വലിയ രീതിയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്, അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ഉള്ള പരാതി വീട്ടിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ മടങ്ങിയെത്തില്ല, താൻ ഈ മദ്രസയിലേക്ക് മടങ്ങിയെത്തില്ല എന്ന് സഹപാഠികളോട് പറഞ്ഞു പോയതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനത്. പക്ഷേ 2-ാം തീയതി ഈ ചെറിയ പെരുന്നാളിന്റെ അവധിക്ക് ശേഷം അസ്മിയ തിരിച്ച് ഈ ക്ലാസ്സിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ അപ്പോഴും വലിയ അസ്വസ്ഥത ആ കുട്ടി പ്രകടിപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് കുടുംബത്തിൽ, അതായത് അമ്മയ്ക്ക് എത്തിയ ആ ഫോൺ കോൾ, കരഞ്ഞുകൊണ്ട് തനിക്കിനി ഇവിടെ തുടരാനാകില്ല, താൻ നേരിടുന്ന മാനസിക പീഡനങ്ങൾ തുറന്നു പറയുന്ന ആ ഫോൺ കോൾ വളരെ നിർണായകമാണ്. അത് തന്നെയാണ് ഈ കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ആ ഫോൺ കോൾ ഐശ്വര്യ കേട്ടിരുന്നു, അതായത് ആ ഫോൺ സംഭാഷണം. ഒരു ചെറിയ സംശയം ഈ ഒരു കേസിൽ, അതായത് ഈ അവധിക്ക്, ചെറിയ പെരുന്നാളിന്റെ അവധിക്ക് അസ്മിയ വീട്ടിലേക്ക് പോയപ്പോൾ കുടുംബത്തോട് ഈ മതപഠന കേന്ദ്രത്തിലെ മാനസിക പീഡനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. താൻ ഇനി തിരികെ വരില്ല എന്ന് ഇക്കാര്യങ്ങള് സുഹൃത്തുക്കളോടും പങ്കുവച്ചതാണ് അസ്മിയ. അതായത് എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരമൊരു ഈ മതപഠന കേന്ദ്രത്തിൽ ഇതേ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞിട്ടും കുടുംബം അവിടേക്ക് തന്നെ തിരികെ ഈ മകളെ പറഞ്ഞയച്ചത്? ഡാൻ, അക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പറയുന്നുണ്ടോ? ഐശ്വര്യ, അതായത് ടോം പറയുന്നത് അതായത് ഈ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഐശ്വര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെയും കൂട്ടുകാരെയും ഇനി താൻ അവിടേക്ക് തിരികെ എത്തില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം വളരെ വേദനയോടെ അസ്മിയ തന്നെ നടത്തിയിരുന്നു. എന്നിട്ട് ഈ ചെറിയ പെരുന്നാളിന് ശേഷം, ആ അവധിക്ക് ശേഷം വീണ്ടും തിരികെ അതേ സ്ഥലത്തേക്ക് പഠനത്തിനായി ഈ 17-കാരി അസ്മിയ എത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ആ പെൺകുട്ടിയെ അത്തരത്തിൽ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു വിട്ടതാണോ അതോ സ്വമനസാലെ തന്നെ പോയതാണോ? അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവന്നിട്ടുണ്ട്. ഡാൻ, ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അസ്മിയ 12-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്വാഭാവികമായും ആ പഠനം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഈ മാനസിക സമ്മർദ്ദത്തിനൊടുവിലും അസ്മിയ മടങ്ങിയെത്തിയിട്ടുണ്ടാവുക എന്നുള്ള നിഗമനത്തിലേക്ക് വേണം നമുക്ക് എത്താൻ. പക്ഷെ അത് സംബന്ധിച്ച് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും അത്തരത്തിൽ ഒരു നീക്കം, അതായത് പഠനം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അസ്മിയ മടങ്ങിയെത്തുന്നതും അതിനുശേഷം ഏറ്റവും ഒടുവിൽ തുടർച്ചയായി മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഉസ്താദിന്റെ ഭാഗത്തു നിന്നും മാനസിക സമ്മർദ്ദം ഉണ്ടായതായി ഈ വിദ്യാർത്ഥിനി, അതായത് അസ്മിയ പറഞ്ഞു എന്ന് സഹപാഠികൾ പറഞ്ഞതായി പോലീസിന്റെ പക്കൽ മൊഴി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ ചെറിയ പെരുന്നാളിന്റെ അവധിക്ക് ശേഷം തിരികെ വീണ്ടും മദ്രസയിലേക്ക് എത്തുമ്പോഴും ഈ സമാനമായ മാനസിക സമ്മർദ്ദം അല്ലെ മാനസിക പീഡനത്തിന് ഈ അസ്മിയ തുടർച്ചയായി വിധേയാകുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അന്ന് ശനിയാഴ്ച, അതായത് അസ്മിയ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ദിവസം ഉച്ചയ്ക്ക് അസ്മിയയുടെ അമ്മയ്ക്ക് വന്ന ഫോൺ കോൾ. അതിൽ തനിക്കിനി ഇവിടെ തുടർന്നു പോരാനാകില്ല, തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് മകൾ കരഞ്ഞു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്
മടങ്ങിപ്പോയതെന്ന് ഇന്നലെ ഉമ്മ നേരിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്ത് ഇവിടെ ഭീമാപ്പള്ളിയിൽ നിന്ന് ബാലരാമപുരത്തേക്ക് എത്തുന്ന ഒരു ചെറിയ സമയം, അതിനിടയ്ക്ക് ഏതാണ്ട് 4 മണിയോടുകൂടി ഇവരവിടെ എത്തുന്നു, അല്ലെങ്കിൽ 4:30യോടുകൂടി അവരവിടെ എത്തുന്നു. പക്ഷേ ഈ 4:30യോടുകൂടി എത്തുമ്പോഴും തനിക്ക് മകളെ കാണണമെന്ന ആവശ്യമാണ് ആ അമ്മ മുന്നോട്ട് വെച്ചത്. പക്ഷേ അധികൃതർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ കുറച്ചു നേരം കാത്തിരിക്കണം, അസ്മിയ കുളിക്കുകയാണെന്നാണ് ആദ്യം നൽകിയ വിശദീകരണം എന്നാണ് ഉമ്മ നേരിട്ട് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഈ അസ്മിയെ കാണാനാകാതെ 2 മണിക്കൂറോളം ആ അമ്മ അവിടെ കാത്തിരുന്നതിനെ തുടർന്ന് ബഹളം വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ലൈബ്രറിയിൽ ഏറ്റവും ഒടുവിൽ അസ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് വളരെ ദുരൂഹമാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും വളരെ വ്യക്തമായി വിശദമായിട്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ആക്ഷേപം മുമ്പോട്ട് വെക്കാനിടയായ സാഹചര്യമായി വിശദീകരിച്ച് ടോം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ചെറിയ മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ കേസിൽ പോലീസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. 2 CIമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് 2 ദിവസം പിന്നിടുന്നു. പോലീസ് ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്? അതായത് മദ്രസ അധ്യാപകർക്കെതിരെ, അധികൃതർക്കെതിരെ ഉൾപ്പെടെ വലിയ ഗുരുതരമായ ആരോപണമാണ്. അവിടെ കൃത്യമായ രീതിയിൽ അസ്മിയയ്ക്ക് നേരെ, അസ്മിയ മാനസിക പീഡനം അവിടെ അനുഭവിച്ചിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസ് മദ്രസ അധികൃതർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നീക്കം ഉണ്ടാകുമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ടോം, കൃത്യമായി പറഞ്ഞാൽ അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്താണ് ബാലരാമപുരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്നതിന് പുറമെ അസ്മിയയുടെ സഹപാഠികളുടെ അടക്കം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട മദ്രസയിലെ ഏതെങ്കിലും അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സഹപാഠികളുടെ ഭാഗത്ത് നടക്കമെടുക്കുന്ന മൊഴികളായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മൊഴികൾ കംപ്ലീറ്റ് ആയി എടുത്തതിന് ശേഷം മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ മദ്രസയിലെ അധ്യാപകർക്കെതിരെ അടക്കം നിയമപരമായി നീങ്ങുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. കാരണം കൃത്യമായ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്താതെ അത്തരമൊരു നടപടികളിലേക്ക് പോയാൽ അത് പോലീസ് ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. ഡാനിലേക്ക് തിരികെ എത്താം, ഐശ്വര്യയിലേക്കും തിരികെ എത്താം. കഴിഞ്ഞ ദിവസം ഈ അസ്മിയുടെ ബന്ധുക്കൾ മദ്രസ അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് കേട്ട ശേഷം തിരികെ എത്താം. മകളെ കാണാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ അകത്ത് നിന്ന് ഉസ്താദുമാർ ആ സമയത്ത് കാണിച്ചു കൊടുക്കാൻ സമയം എടുത്തിട്ടില്ലായിരുന്നു. ഈ അമ്മയുടെ അമ്മയും ചോദിക്കുമോ എൻ്റെ മകളെ എങ്ങുമെന്ന് കാണിച്ചതാന്ന് ചോദിക്കുമ്പോൾ ദൂരെ മകളെ കാണിച്ചു കൊടുക്കുന്നില്ല. അമ്മയുടെ അമ്മ അകത്തോട്ട് ചാടി സൗണ്ട് ഉണ്ടാക്കി കയറിപ്പോയി. എൻ്റെ മകളെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് മകൾ തൂങ്ങി നിൽക്കുന്നൊരു വ്യവസ്ഥ ഈ അമ്മയുടെ അമ്മ കാണുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ബോഡി അഴിച്ചു താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട്? എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കാരണത്തിൽ കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് അത് ഹോസ്പിറ്റൽ സംബന്ധം അന്വേഷിച്ചിട്ടില്ല? ഇതാണ് നമ്മുടെ ഇത്. മകൾ കുളിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതും വെയിറ്റ് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. ഈ അകത്ത് എൻ്റെ മകൾ ഈ കുളിമുറിക്കകത്തിരുന്ന് എൻ്റെ മകൾ എങ്ങനെ ലൈബ്രറിക്കകത്ത് വന്ന് ഈ തൂങ്ങിയ വ്യവസ്ഥയിൽ നിൽക്കുന്നു? ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, അതൊന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ വിഷയം, ഞങ്ങളുടെ മകൾ ഇതുപോലെ ബോഡി കൊണ്ട് സ്വന്തം അമ്മ മകളെയും കൊണ്ട് മടിയിൽ വച്ച്, ഓട്ടോറിക്ഷയുടെ മടിയിൽ വച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചോദിച്ചു പോവാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചുകൊണ്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പോലും ഈ അധികൃതർ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കൊണ്ടുപോയില്ല? ആംബുലൻസ് ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇൻഫർമേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല? ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഈ അസ്മിയുടെ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണമാണ് മദ്രസയ്ക്കെതിരെ ഉയർത്തുന്നത്. സമാനമായ അനുഭവങ്ങൾ, അതായത് പരാതികൾ, ആരോപണങ്ങൾ ഈ മതപഠന കേന്ദ്രത്തിനെതിരെ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് സമാനമായ രീതിയിൽ ഈ മദ്രസയ്ക്കെതിരെ, മതപഠന കേന്ദ്രത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.
ഇതുപോലുള്ള പരാതികൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അതായത് ഈ മതപഠന കേന്ദ്രങ്ങളിൽ ഒരു സമാധാന അന്തരീക്ഷമാണ് വേണ്ടത്, പക്ഷേ ഇവിടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ മാനസിക പീഡനം നടത്തുന്ന സമീപനങ്ങൾ, ഇതിനു മുൻപ് ഏതെങ്കിലും പരാതി ഉയർന്നിട്ടുള്ളതായി നമുക്ക് എന്തെങ്കിലും പരാതികൾ, അറിവുകളുണ്ടോ? താൻ കൃത്യമായി പറഞ്ഞാൽ ഈ ബാലരാമപുരത്തെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഈ മദ്രസയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംശയങ്ങളും ദുരൂഹതകളും ഉണർത്തുന്ന ആദ്യത്തെ സംഭവമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വാർത്തയാകുന്ന തരത്തിൽ സംഭവിച്ചിരിക്കുന്ന ആദ്യത്തെ സംഭവം ഈ അസ്മിയയുടെ മരണം തന്നെയാണ്. ഇതിനു മുമ്പ് ചില ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കും, അതുമായി ബന്ധപ്പെട്ട് അവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതിനോടൊപ്പം നമുക്കൊന്നുകൂടി ചേർത്ത് വായിക്കുന്നുണ്ട്. കാരണം ഇന്നലെ അസ്മിയയുടെ കുടുംബം അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകർ അത്തരത്തിൽ മോശമായി പെരുമാറുകയും തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ അവിടെ നിന്ന് TC വാങ്ങി മടങ്ങി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതൊരു ആരോപണമാണ്. അത് അസ്മിയയുടെ കുടുംബമാണ് മുന്നോട്ട് വെച്ചത്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അതിനോട് പ്രതികരിക്കുന്ന സംഭവം ആദ്യമായിട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നേരത്തെ നടന്ന സംഭവങ്ങളൊന്നും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്, നിയമ നടപടികൾ അതിനെതിരെ സ്വീകരിക്കാതിരുന്നത്. എന്തായാലും ഇത് ബാലരാമപുരത്തെ ഒരു മദ്രസ മാത്രമല്ല, ഇത്തരത്തിൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടുന്ന മുഴുവൻ മദ്രസകളുടെയും പ്രവർത്തനങ്ങൾ ഒരു സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് തറപ്പിച്ച് പറയേണ്ടി വരും. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനും ഐശ്വര്യ അനിലുമാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് അസ്മിയയ്ക്ക് എന്താണ് സംഭവിച്ചത്, അവിടെ ആ ദിവസം, അതായത് അസ്മിയ മരണപ്പെട്ട ദിവസം, ജീവനൊടുക്കിയ ദിവസം എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ അവിടെ നടന്നോ? മാനസികമായ പീഡനങ്ങൾ ഉണ്ടായോ? ഏതെങ്കിലും രീതിയിൽ ദുരൂഹതയുണ്ടെങ്കിൽ അതിൽ പോലീസ് അന്വേഷിച്ചത് കണ്ടെത്തണം. അസ്മിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. സ്പോട്ട് ലൈവ് ഇനിയൊരു ഇടവേളയിലേക്ക് പോകുകയാണ്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജില് ഡോക്ടർക്ക് നേരെയുണ്ടായ അതിക്രമമാണ് സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് ഇനി ചർച്ച ചെയ്യുന്ന വിഷയം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായ കേസാണ്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെട്ട ഒരു യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. അയാളെ പരിശോധിക്കുന്നതിനിടെയാണ് ഡോക്ടർ ഇർഫാൻ ഖാന്, അവിടെ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടർ ഇർഫാൻ ഖാന് മർദ്ദനമേറ്റത്. സംഭവത്തിന് പിന്നാലെ ഈ യുവാവ്, പ്രതി ഡോയലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏറെ ദാരുണമായ സംഭവം ഒരാഴ്ച മുൻപാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ഒരു മദ്യപാനിയായ സന്ദീപിന്റെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ഏറെ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. അതിനുശേഷം ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങളുണ്ടായി. ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ വേണ്ടി സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. ഈ വിഷയം ഏറെ നടുക്കത്തോടെ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ വീണ്ടും പലയിടങ്ങളിൽ നിന്നും കേരളത്തിൽ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ച. എന്താണ് കളമശ്ശേരിയിൽ സംഭവിച്ചത്? നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഇന്ന് രാവിലെയാണ് ഈ വിഷയം പുറത്തറിയുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്? പ്രതി പ്രകോപിതനാകാനുള്ള കാരണം എന്താണ്? മദ്യപാനം, അതായത് മദ്യലഹരിയിൽ ആക്രമണം നടത്തി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ വന്ദനയുടെ മരണവും അതേ തുടർന്നുണ്ടായ ഞെട്ടലിൽ നിന്നും കേരളം ഇതുവരേക്കും മുക്തമായിട്ടില്ല. അതിനിടയിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടി ഇത്തരമൊരു ആക്രമണം, ഡോക്ടർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഡോക്ടർ പറയുന്നത് ഇപ്രകാരമാണ്: ഏകദേശം ഒരു 11 മണിയോടുകൂടി പരിക്കേറ്റ്, അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഡോയൽ. ഡോയൽ വരുന്ന സമയത്ത് തന്നെ ആകെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡോയൽ ഇത്തരത്തിൽ ഡോക്ടറിനോട് അസഭ്യം ആയി പെരുമാറുകയും ഒപ്പം തന്നെ കവിളത്ത് അടിക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് കണ്ടുകൊണ്ടിരുന്ന മറ്റ് ജീവനക്കാരും പേഷ്യൻസുമായി എത്തിയ ബൈസ്റ്റാൻഡർമാരും എല്ലാം ഓടിയെത്തി ഡോക്ടറിനെ അവിടുന്ന് മാറ്റുകയും നവമിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ ഇർഫാൻ ഖാൻ തന്നെ തത്സമയം ചേരുന്നുണ്ട് ന്യൂസ് 18 സ്പോട്ട് ലൈവിൽ.
ഡോക്ടർ, ഏറെ ദാരുണമായ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി സംസ്ഥാനത്ത് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഒരു മാസം കുറഞ്ഞത് 5 ആരോഗ്യ പ്രവർത്തകരെങ്കിലും ആക്രമണത്തിന് ഇരകളാകുന്നുവെന്നാണ് ഡോക്ടർമാരുടെ സംഘടന, നിങ്ങളുടെ സംഘടന തന്നെ കൃത്യമായ കണക്ക് സഹിതം ബോധിപ്പിച്ചിട്ടുള്ള കാര്യം. വീണ്ടും ഇന്നലെ രാത്രിയിൽ എന്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്? യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇയാൾ ഡോക്ടർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. നമസ്കാരം. ഇദ്ദേഹം നമ്മളിപ്പോ പറഞ്ഞതുപോലെ പ്രതിമാസം 5 ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെ ഉണ്ടാകുന്ന ആക്രമണത്തെ കുറിച്ച് നമ്മൾ കണക്ക് പ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും അത് 5 ഒരു കണക്കായിരിക്കത്തില്ല. അല്ല, കാരണം ഞങ്ങള് ഇവിടെ നേരിട്ട് ഒരു മാസം തന്നെ നേരിട്ട് പലതും കാണുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് തുടർ നടപടി ആക്കാത്തതും അങ്ങനെ പലതും ഇതിൽ അല്ലാണ്ട് അങ്ങ് മുങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ പലതും വേണ്ടാന്ന് പലതും വെക്കുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് 10:50 സംഭവം. ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർലി. പിന്നെ മറ്റ് സബ്സ്റ്റൻസ് അബ്യൂസുകളുടെ കാര്യം ക്വറിയാണ്. അത് മറ്റ് സബ്സ്റ്റൻസ് അബ്യൂസുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ടോട്ടലി ക്ലാരിഫൈഡ് ആയിട്ടില്ല. അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹം തന്നെ ഈ രോഗി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആൽക്കഹോൾ മാത്രമല്ല ഞാൻ മറ്റ് പലതും ആണെന്ന് ഈ രോഗി തന്നെ പറയുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ മുതലേ അദ്ദേഹം ഭയങ്കര സംസാരവും ഹൈപ്പർ ആക്റ്റീവും പലതും നടന്നു പോകുന്ന ഫീമെയിൽ സ്റ്റാഫുകളുടെ അടുത്ത് ഓരോന്ന് പറയുകയോ എല്ലാം ചെയ്യുന്നതായിരുന്നു. ആദ്യം കൂട്ടുകാർ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. നമ്മൾ അലജഡ് ഹിസ്റ്ററി ഓഫ് RTA എന്നാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. റോഡ് ട്രാഫിക് ആക്സിഡന്റിന്റെ അലജഡ് ഹിസ്റ്ററി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററി. അലജഡ് ഹിസ്റ്ററി RTA എന്നാണ്. അതങ്ങനെയാണ് ഈ ഡോയൽ എന്ന് പറഞ്ഞ ഈ പേഷ്യന്റ്, ഈ രോഗി അവിടെ എത്തുന്നത്. ഞാൻ അവിടെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ പേഷ്യന്റിനെ അല്ല അവിടെ എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ഈ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ പ്രൊസീജിയറുകൾ, സർജറി കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം, മൊത്താൽ കൺസൾട്ടേഷൻ കഴിഞ്ഞ്, ഫ്യൂച്ചറും കഴിഞ്ഞ്, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു ഒബ്സർവേഷനില്. ആ പേഷ്യന്റിന് ഞാൻ മറ്റ് പേഷ്യന്റ് ഒരാൾക്ക് വേണ്ടി പ്രൊസീജിയർ ചെയ്യാൻ കയറിയപ്പോൾ ആ പ്രൊസീജിയർ ചെയ്യേണ്ട പേഷ്യന്റ് അടുത്ത് ഞാൻ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടക്കുന്നു പറഞ്ഞു. അത് കേട്ട് ഇദ്ദേഹം ആ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ പേഷ്യന്റിന്റെ അടുത്ത് മറ്റു പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞത് കേട്ട് ഇദ്ദേഹം അത് കേൾക്കുകയും അതിൽ നിന്ന് ഓരോന്ന് തട്ടി കയറി സംസാരിക്കുകയും അതിൽ നിന്ന് ഓരോന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് തെറി പറയുകയും ഭയങ്കരമായിട്ട് എന്റെ മേൽ ദേഷ്യപ്പെട്ട് ഒരു കാര്യവും കാരണവും ഇല്ലാത്ത രീതിയിൽ, ഒരു കാര്യവും ഇല്ല കാരണവും ഇല്ല, പെട്ടെന്ന് തട്ടിക്കയറി സംസാരിക്കുകയും അതിനുശേഷമാണ് ഈ പറഞ്ഞ അസോൾട്ട് നടക്കുന്നത്. മുഖത്ത് കയറി അവന് ഈ പറഞ്ഞ രോഗി കയറി അസോൾട്ട് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വാചകങ്ങളിലൂടെ പറയുന്നുണ്ടായിരുന്നു, നീ വെറും ഡോക്ടറാണ് എന്ന്. നമ്മൾ അത്ര തന്നെ ഉദ്ദേശിച്ചത്, നമ്മൾ വെറും ഡോക്ടർ മാത്രമാണ്, നമ്മൾ വെറും മനുഷ്യനാണ്. ഞാനും ഉറക്കം ഇല്ലാതെയും ഭക്ഷണത്തിന്റെ ആവശ്യകത ഉണ്ടായിട്ടും ആണ് അവിടെ ഡ്യൂട്ടി എടുക്കുന്നത്. ഈ ഡ്യൂട്ടിയുടെ ഇടയിലും നമ്മൾ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നതിന്റെ ഇടയിലും നമ്മൾ മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന മാത്രം മതി. നമ്മൾക്ക് ഒരു കാരണവശാലും അങ്ങനെ നീ വെറും ഡോക്ടറാണ്, ഞാനാണ് ഇവിടെ പേഷ്യന്റ്, ഞാൻ തീരുമാനിക്കും, നീ ഞങ്ങളുടെ കാശിനാണ്, നിനക്ക് പേഷ്യന്റിനെ വേണം, ഞാനിവിടെ നിന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കത്തില്ല, എനിക്കിവിടെ വളരെ രീതിയിൽ ഇതുള്ള ആളാണ്, പിന്നെ എന്ത് ചെയ്താലും നീ ഒന്നും ചെയ്യത്തില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്, നിന്നെ ഉറപ്പായും കൊന്നുകളയും 3 തവണ കൂടുതൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഈ രോഗി. ഇതാണ് സംഭവിച്ചത്. അതിനുശേഷം ഇങ്ങനെ ഒരു മർദ്ദനത്തിന് ശേഷം വളരെയധികം നന്ദി ഡോക്ടർ ഇർഫാൻ ഖാൻ പ്രതികരിച്ചതിന്. എന്തായാലും ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇനി ഒരു ഡോക്ടർക്കെതിരെയും ഒരു ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു വന്ദനയും ഇനി ഉണ്ടാകരുത്. വന്ദനയുടെ മാതാപിതാക്കളുടെ വേദന നമ്മൾ കണ്ടതാണ്. ഒരൊറ്റ മകളായിരുന്നു. ആ മകളെ നഷ്ടപ്പെട്ട വേദന കേരളം ഒന്നടങ്കം ഏറ്റെടുത്തതാണ്. ഒരുപക്ഷെ ഡോക്ടർ ഇർഫാൻ ഖാനും ആ രീതിയിലുള്ള ആക്രമണം നേരിടാൻ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ ആശ്വസിക്കാം. പക്ഷേ ഈ ഡോക്ടർമാർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അത് ചെറുക്കാൻ വേണ്ടി ശക്തമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണം തടയാൻ വേണ്ടി സർക്കാർ ഇറക്കേണ്ട ഓർഡിനൻസ് അടിയന്തരമായി തന്നെ ഇറക്കണം. അവർക്ക് സംരക്ഷണം ഒരുക്കണം. കാരണം കോവിഡ് കാലത്തടക്കം
നിസ്വാർത്ഥമായി സേവനം ചെയ്തവരാണ് ആരോഗ്യ പ്രവർത്തകർ. അവരുടെ സുരക്ഷ അത് നാടിന്റെ കൂടി ആവശ്യമാണ്. ഇന്നത്തെ സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.